ഒന്നാമത്തെ യൂണിറ്റിലെ പേപ്പറുകളെ കുറിച്ചുള്ള അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പേപ്പർ നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചാണ് പഠിച്ചത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പേപ്പറുകൾ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു, പേപ്പറുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിവിധതരം പേപ്പർ സൈസുകൾ, പേപ്പറിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട പദങ്ങൾ, ഇവയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. പേപ്പറുകളെ എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പേപ്പറുകളെ പ്രധാനമായും 3 രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, പേപ്പറിൽ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ. 2, പേപ്പറിന്റെ തിക്നെസ്സിനെ അടിസ്ഥാനപ്പെടുത്തി. 3, പേപ്പറുകളുടെ ഉപയോഗത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി. ആദ്യമായി പേപ്പർ നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പേപ്പറിൽ അടങ്ങിയിരിക്കുന്ന അസംസ്കൃത വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ പേപ്പറുകളെ എങ്ങനെയൊക്കെ തരംതിരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. പേപ്പറുകളെ അതിലടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ വുഡ് ഫ്രീ പേപ്പർ, പേപ്പർ കണ്ടെയ്നിങ് വുഡ്, പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പർ, പേപ്പർ കണ്ടെയ്നിങ് റാഗ് എന്നിങ്ങനെ 4 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. വുഡ് ഫ്രീ പേപ്പർ എന്താണെന്ന് നമുക്ക് ആദ്യമായി പരിചയപ്പെടാം. കെമിക്കൽ പൾപ്പ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പേപ്പറുകളെയാണ് വുഡ് ഫ്രീ പൾപ്പ് എന്ന് പറയുന്നത്. ഇതിൽ 5% താഴെ വുഡിന്റെ കണ്ടന്റ് ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഗ്രൗണ്ട് വുഡ് ഉണ്ടാകാൻ പാടുള്ളൂ. രണ്ടാമത് പേപ്പർ കണ്ടെയ്നിങ് വുഡാണ്. പേപ്പർ കണ്ടെയ്നിങ് വുഡ് എന്നത് കൂടുതലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോഫ്റ്റ് വുഡ് പൾപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഫ്റ്റ് വുഡിന്റെ ഫൈബേഴ്സ് ഉപയോഗിച്ചുള്ള പൾപ്പ് കൊണ്ട് നിർമ്മിക്കുന്ന പേപ്പറുകളാണ് പേപ്പർ കണ്ടെയ്നിങ് വുഡ്. ന്യൂസ് പേപ്പറുകളും മാഗസിനുകളും നമ്മൾ കൂടുതലായി എഴുതാൻ ഉപയോഗിക്കുന്ന കടലാസുകളെല്ലാം പേപ്പർ കണ്ടെയ്നിങ് വുഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നാമത് പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പറാണ്. ഉപയോഗിച്ച പേപ്പറുകളിൽ നിന്നും വീണ്ടും റീസൈക്കിൾ ചെയ്തെടുത്ത ഫൈബേഴ്സ് കൊണ്ട് നിർമ്മിക്കുന്ന പേപ്പറുകളെയാണ് പേപ്പർ കണ്ടെയ്നിങ് വേസ്റ്റ് പേപ്പർ അല്ലെങ്കിൽ റീസൈക്കിൾഡ് പേപ്പർ എന്ന് പറയുന്നത്. അവസാനത്തതാണ് പേപ്പർ കണ്ടെയ്നിങ് റാഗ്, ടെക്സ്റ്റൈൽസ്, ലെനിൻ, ഹെമ്പ് തുടങ്ങിയ ഫൈബേഴ്സിൽ നിന്നും നിർമ്മിക്കുന്ന പേപ്പറുകളാണ് ഇത്തരം പേപ്പറുകൾ. ഇത്തരം കടലാസുകൾ കൂടുതലായും സെക്യൂരിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡോക്യുമെന്റ് പേപ്പറുകൾ നിർമ്മിക്കുന്നതിന് ഈ പേപ്പർ കണ്ടെയ്നിങ് റാഗ് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പേപ്പറുകളാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ രീതിയിൽ പേപ്പറുകളെ തരംതിരിച്ചിരിക്കുന്നത് തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമേജിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അങ്ങനെ പേപ്പറുകളെ പേപ്പർ എന്നും കാർഡ് എന്നും ബോർഡ് എന്നും 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. കട്ടി കുറഞ്ഞ കടലാസുകളെ പേപ്പർ എന്നും, മീഡിയം കട്ടിയുള്ള പേപ്പറുകളെ കാർഡ് എന്നും, ഒത്തിരി കട്ടിയുള്ള ബൈൻഡിങ്ങിന് ഉപയോഗിക്കുന്ന പേപ്പർ പ്രൊഡക്ട്സിനെ ബോർഡ് എന്നും തരംതിരിച്ചിരിക്കുന്നു. അതിൽ പേപ്പറുകൾ തന്നെ കോട്ടഡ് പേപ്പർ, ഒറിജിനൽ കോട്ടഡ് പേപ്പർ, അൺകോട്ടഡ് പേപ്പർ, കാസ്റ്റ് കോട്ടഡ് പേപ്പർ എന്നിങ്ങനെ 3 തരത്തിലുണ്ട്. കോട്ടഡ് പേപ്പർ കൂടുതലായും മികച്ച ക്വാളിറ്റിയുള്ള പ്രിന്റിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവയുടെ തിക്നെസ് എന്ന് പറയുന്നത് 80 മുതൽ 130 GSM വരെ ആയിരിക്കും. GSM എന്നാൽ ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ ആണ്. ഇത് പേപ്പറിന്റെ തിക്നെസ്സിനെ അളക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷർമെന്റ് ആണ്. പേപ്പറിൽ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസിന്റെ അളവിനനുസരിച്ച് തിക്നെസ് കൂടുന്നു. തിക്നെസ് കൂടുന്നതനുസരിച്ച് പേപ്പറിന് വെയിറ്റും കൂടുന്നു. അടുത്തത് ഒറിജിനൽ കോട്ടഡ് പേപ്പറാണ്. ഒറിജിനൽ കോട്ടഡ് പേപ്പർ എന്നതും മികച്ച ഇനം ക്വാളിറ്റി പ്രിന്റിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് 130 മുതൽ 170 GSM വരെ അതിന് തിക്നെസ് ഉണ്ടാകും. അടുത്തത് അൺകോട്ടഡ് പേപ്പറാണ്. ഇത് പ്രധാനമായും നമ്മൾ എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൈറ്റിംഗ് പേപ്പറുകളാണ് അൺകോട്ടഡ് പേപ്പർ വിഭാഗത്തിൽ വരുന്നത്. ഇത് 60 മുതൽ 90 വരെ GSM ഉണ്ടാവും. കാസ്റ്റ് കോട്ടഡ് പേപ്പർ എന്നത് ഏറ്റവും കൂടുതൽ ഹൈ ഫിനിഷ് ഉള്ള പോസ്റ്റ് കാർഡുകൾ പോലുള്ള മെറ്റീരിയൽസ് അച്ചടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവയുടെ GSM 70 മുതൽ 150 വരെ വരാം. 150 മുതൽ 400 വരെ GSM തിക്നെസ് വരുന്ന പേപ്പറുകളെ കാർഡ് അഥവാ കാർഡ് ബോർഡ് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നു. അതിനു മുകളിൽ 600 GSM, 400 മുതൽ 600 GSM വരെ തിക്നെസ് വരുന്ന പേപ്പറുകളെ ബോർഡ് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നു. ബോർഡുകൾ കൂടുതലായും ബൈൻഡിങ് പർപ്പസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബോർഡുകളെ സ്ട്രോ ബോർഡ് എന്നും മിൽ ബോർഡ് എന്നും 2 ആയിട്ട് തരംതിരിക്കാം. സ്ട്രോ ബോർഡുകൾ ഉയർന്ന ഗുണനിലവാരമുള്ള ബൈൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. പേപ്പറുകളെ മൂന്നാമത് തരംതിരിച്ചിരിക്കുന്നത് അവയുടെ ഉപയോഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉപയോഗത്തെ അടിസ്ഥാനപ്പെടുത്തി പേപ്പറുകളെ ബിസിനസ് പേപ്പർ, ബുക്ക് പേപ്പർ, കവർ പേപ്പർ, ബ്രിസ്റ്റോൾ പേപ്പർ, യൂട്ടിലിറ്റി പേപ്പർ എന്നിങ്ങനെ 5 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു.
ഒന്നാമത്തെ പേപ്പർ ബിസിനസ് പേപ്പറാണ്. ഇവ കൂടുതലായി ബിസിനസ് ലോകത്ത് ഉപയോഗിക്കുന്ന പേപ്പറുകളാണ്. ബോണ്ട് പേപ്പർ, കാർബൺലെസ് പേപ്പർ, എൻവലപ്പ് പേപ്പർ, സേഫ്റ്റി പേപ്പർ എന്നിവയാണ് ബിസിനസ് പേപ്പറുകൾക്ക് ഉദാഹരണം. രണ്ടാമത്തത് ബുക്ക് പേപ്പർ. പുസ്തകങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പേപ്പറുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. ബ്രോഷറുകൾ, മാഗസിൻസ് എന്നിവയെല്ലാം ബുക്ക് പേപ്പർ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഓഫ്സെറ്റ് പേപ്പർ, ടെക്സ്റ്റ് പേപ്പർ എന്നിങ്ങനെ രണ്ട് തരം ബുക്ക് പേപ്പറുകൾ ഉണ്ട്. മൂന്നാമത്തെ തരം പേപ്പറാണ് കവർ പേപ്പർ. കട്ടി കൂടിയ ഇത്തരം പേപ്പറുകളാണ് പുസ്തകങ്ങൾക്ക് കവറായി നമ്മൾ ഉപയോഗിക്കുന്നത്. പുസ്തകങ്ങൾ, ബ്രോഷറുകൾ, മാനുവലുകൾ എന്നിവയ്ക്ക് കവർ നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുറംചട്ട കൊടുക്കുന്നതിന് വേണ്ടി ഈ കവർ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത് ബ്രിസ്റ്റോൾ പേപ്പറാണ്. കട്ടി കൂടിയ പേപ്പറുകളാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. ടാഗുകൾ, ബോർഡുകൾ എന്നിവയാണ് ഇത്തരം പേപ്പർ ഗ്രൂപ്പിൽ പെട്ടിരിക്കുന്നത്. അവസാനമായിട്ട് യൂട്ടിലിറ്റി പേപ്പറാണ്. ഇവ ഈ മേൽ പറഞ്ഞ ഗണത്തിലൊന്നും പെടാത്ത പേപ്പറുകളെ യൂട്ടിലിറ്റി പേപ്പർ എന്ന് നമുക്ക് പറയാം. അടുത്തത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് പേപ്പർ എന്നാണ്. ഒരു പേപ്പറിന് അത്യാവശ്യം വേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു നല്ല കടലാസിന് വേണ്ട സവിശേഷതകൾ: ഗ്രെയിൻ ഡയറക്ഷൻ, ഡയമെൻഷൻ സ്റ്റെബിലിറ്റി, ഫൈബർ സ്ട്രെങ്ത്, ഫിനിഷ്, പിക്ക് റെസിസ്റ്റൻസ്, വൈറ്റ്നെസ്, സബ്സ്റ്റൻസ് വെയിറ്റ്, ഫ്ലാറ്റ്നെസ്, സ്ക്വയർനെസ്, ഇങ്ക് ഡ്രൈയിങ്, മോയ്സ്ചർ അബ്സോർബൻസി എന്നിവയാണ്. ആദ്യമായി ഗ്രെയിൻ ഡയറക്ഷൻ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ പേപ്പർ നിർമ്മാണ വേളയിൽ പേപ്പർ ഫൈബേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഈ ഫൈബറുകളെല്ലാം ഒരേ ഡയറക്ഷനിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പേപ്പറിന് നീളം കൂടിയ വശത്താണ് ഈ ഫൈബറുകളുടെ ഡയറക്ഷൻ എങ്കിൽ അതിനെ ലോങ് ഗ്രെയിൻ എന്നും, നീളം കുറഞ്ഞ വശത്തൂടെയാണ് ഈ ഫൈബറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ഷോർട്ട് ഗ്രെയിൻ പേപ്പർ എന്നും പറയപ്പെടുന്നു. അടുത്ത് ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി. ഒരു പേപ്പറിന് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ നിലനിൽക്കാനായിട്ട് ഉള്ള കഴിവിനെയാണ്, ഒറിജിനൽ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും വിഡ്ത്തിലും മാറ്റം വരാതെ അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള കഴിവിനെയാണ് ഡയമെൻഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഫൈബർ സ്ട്രെങ്ത്. പേപ്പറിന്റെ ടിയർ റെസിസ്റ്റൻസിനെയാണ് ഫൈബർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ ഫൈബർ സ്ട്രെങ്ത് പേപ്പർ കീറിപ്പോകാതിരിക്കാനായിട്ട് അതിന് കഴിവ് കൊടുക്കുന്നു. ഫിനിഷ് എന്നുള്ളതാണ് അടുത്ത പേപ്പറിന്റെ ഒരു സവിശേഷത. അത് പേപ്പറിന്റെ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ അതിന്റെ ഗ്ലോസിനെസ് എന്ന് പറയും. പേപ്പറിന്റെ തിളക്കത്തിനെയാണ് ഫിനിഷ് എന്ന് പറയുന്നത്. അടുത്തത് പിക്ക് റെസിസ്റ്റൻസ് ആണ്. പേപ്പറിന്റെ സർഫസിലുള്ള മെറ്റീരിയൽസ് ഒളിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രിന്റിംഗ് സമയത്ത് മഷി അതിൽ പിടിച്ചു കഴിയുമ്പോൾ അതിന്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കോട്ടിങ് ഒളിഞ്ഞു പോകാതിരിക്കാൻ അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് പിക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തത് വൈറ്റ്നെസ് ആൻഡ് ബ്രൈറ്റ്നെസ് എന്നാണ്. പേപ്പറിന്റെ വൈറ്റ്നെസ്സിനെയാണ് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ്സിനെ. വൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ പേപ്പറിന്റെ വെള്ള നിറം, ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അതിന് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവ്. അതാണ് വൈറ്റ്നെസ് ആൻഡ് ബ്രൈറ്റ്നെസ് എന്ന പ്രോപ്പർട്ടി. സബ്സ്റ്റൻസ് വെയിറ്റ് എന്നാൽ പേപ്പറിന്റെ തൂക്കത്തിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ് അല്ലെങ്കിൽ പേപ്പറിന്റെ വെയിറ്റിനെ സൂചിപ്പിക്കുന്ന ഘടകമാണ്. ഇങ്ക് ഡ്രൈയിങ് എന്നാൽ മഷി ഉണങ്ങുവാനുള്ള കഴിവ്. ഒരു പേപ്പറിൽ മഷിക്ക് ഉണങ്ങുവാനുള്ള കഴിവ്, അതിനാണ് ഇങ്ക് ഡ്രൈയിങ് എന്ന് പറയുന്നത്. മോയ്സ്ചർ അബ്സോർബൻസി എന്നാൽ പേപ്പറിന് അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കുന്ന സ്വഭാവമുണ്ട്. ആ മോയ്സ്ചറിനെ പേപ്പർ വലിച്ചെടുക്കുമ്പോൾ പേപ്പറിന്റെ ഡൈമെൻഷൻ അല്ലെങ്കിൽ അതിന്റെ അളവ് മാറാതിരിക്കാനുള്ള കഴിവ്, അതിനെയാണ് മോയ്സ്ചർ അബ്സോർബൻസി എന്ന് പറയുന്നത്. അടുത്തത് ഒപ്പേസിറ്റിയാണ്. അത് പേപ്പറിന്റെ മറുവശത്ത് ഉള്ള പ്രിന്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ എഴുതുന്ന ഭാഗങ്ങൾ മറച്ചു വെക്കാനുള്ള കഴിവിനെയാണ് ഒപ്പേസിറ്റി എന്ന് പറയുന്നത്. ഷോ ത്രൂ എന്ന പ്രോബ്ലം ഒപ്പേസിറ്റി കുറയുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. അതായത് നമ്മൾ ഒരു വശത്ത് പ്രിന്റ് ചെയ്തത് മറുവശത്ത് കാണുന്നതിനെയാണ് ഷോ ത്രൂ എന്ന് പറയുന്നത്. അടുത്തതായി നാം പേപ്പർ സൈസുകളെ കുറിച്ച് നമുക്ക് പഠിക്കും. മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന പേപ്പറുകളുടെ അളവുകളാണ് പേപ്പർ സൈസ്. പേപ്പർ സൈസുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പേപ്പർ സൈസ്, രണ്ട് ഈ കൺവെൻഷണൽ പേപ്പർ സൈസ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പേപ്പർ സൈസ്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പേപ്പർ സൈസിൽ വരുന്നതാണ് എ സീരീസ്, ബി സീരീസ്, സി സീരീസ് എന്നീ പേപ്പറുകൾ. എ സീരീസ് പേപ്പറിന്റെ വകഭേദങ്ങളായ A0, A1, A2, A3, A4 എന്നീ പേപ്പർ സൈസുകൾ നമുക്ക് കിട്ടുന്നു. നമ്മൾ മാർക്കറ്റിൽ കൂടുതലും ഉപയോഗിക്കുന്നതും വാങ്ങാൻ കിട്ടുന്നതുമായ A4 സൈസ്, A3 സൈസുകളെല്ലാം എ സീരീസിൽ വരുന്ന പേപ്പറാണ്. ബി സീരീസ് സൈസിൽ B0, B1, B2, B3, B4 എന്നീ അളവിലുള്ള പേപ്പറുകൾ നമുക്ക് കിട്ടുന്നു. ബി സീരീസ് പേപ്പറുകൾ പോലെ തന്നെയാണ് സി സീരീസ് പേപ്പറുകളുണ്ട്. സി സീരീസ് പേപ്പറുകളിൽ C1,
C2, C3, C4 എന്നീ സൈസിലുള്ള പേപ്പറുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. രണ്ടാമത്തെ പേപ്പർ സൈസുകളാണ് കൺവെൻഷണൽ പേപ്പർ സൈസ് അഥവാ ഇന്ത്യൻ പേപ്പർ സൈസുകൾ. അവ ക്രൗൺ, ഡെമ്മി, ഫുൾ സ്കാപ്പ്, ഇംപീരിയൽ, മീഡിയം, റോയൽ എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്ന വിവിധ സൈസിലുള്ള പേപ്പറുകളാണ്. അടുത്തത് പേപ്പർ വെയിറ്റ് ആണ്. പേപ്പറിന്റെ ഭാരത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. GSM എന്ന പദം ഇതിനു മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഗ്രാംസ് പെർ സ്ക്വയർ മീറ്റർ എന്നാണ് GSM എന്നതിൻ്റെ പൂർണ്ണരൂപം. 1 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു കടലാസിന്റെ തൂക്കത്തെയാണ് GSM. GSM is the basic weight system of the paper. രണ്ടാമത് പദം റീം ആണ്. 500 ഷീറ്റുകളുടെ ഒരു ബണ്ടിലിനെയാണ് റീം എന്ന് പറയുന്നത്. അടുത്തത് ബേസിസ് വെയിറ്റ് ആണ്. ഒരേ അളവിലും ഒരേ GSMഉമുള്ള 500 ഷീറ്റ് പേപ്പറുകളുടെ ഭാരത്തെയാണ് ബേസിസ് വെയിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് എം വെയിറ്റ് ആണ്. ബേസിസ് വെയിറ്റ് പോലെ തന്നെ ഒരേ അളവിലും ഒരേ GSMഉമുള്ള 1000 ഷീറ്റുകളുടെ തൂക്കത്തിനെയാണ് എം വെയിറ്റ് എന്ന് പറയുന്നത്. ബേസിസ് വെയിറ്റിന്റെ നേരെ ഇരട്ടിയായിരിക്കും എം വെയിറ്റ്. പ്രിന്റിംഗ് മെറ്റീരിയൽ സയൻസ് എന്ന ആദ്യത്തെ യൂണിറ്റിലെ പേപ്പറുകളെ കുറിച്ചുള്ള ക്ലാസ് ഇതോടെ പൂർണ്ണമാകുന്നു. ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇതോടൊപ്പം ചേർക്കുന്നു. പ്രിന്റിംഗ് മെറ്റീരിയൽ സയൻസ് എന്ന ഈ യൂണിറ്റിലെ പ്രിന്റിംഗ് ഇങ്ക്, കെമിക്കൽസ് ഫോർ പ്രിന്റിംഗ് എന്നീ പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് വരും ദിവസങ്ങളിൽ കാണാം. ഓക്കെ.